സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണെന്നല്ല, അൽഹംദുലില്ലാ റാഹത്ത്, അതെന്നങ്ങ് പറഞ്ഞാൽ മതി. ഇത് എന്നെ വാക്ക്. അള്ളാഹു മരിക്കുന്നത് വരെ നമുക്കങ്ങനെ പറയാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അത് പറയുന്നതിലൂടെ ഒരു അൽഹംദുലില്ലയ്ക്ക് അള്ളാഹു കൊടുത്ത പ്രതിഫലറിയോ? ഒരു അൽഹംദുലില്ലയ്ക്ക് അള്ളാഹു കൊടുത്ത പ്രതിഫലം എന്താ? പഠിക്കണം നമ്മൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 10 മണിയായിപ്പോ ഇല്ലേ? ഇപ്പൊ തന്നെ 10 മണിയാ. 10 മണിയായി. എന്താ ഞാൻ ഇന്നും വിചാരിക്കും 10 മണിക്ക് നിർത്തണമെന്ന്. എഴുതി വെച്ചതെങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കണമെന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അൽഹംദുലില്ലയുടെ പ്രതിഫലം പറഞ്ഞിട്ട് പോകാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സഹാബിയ. അവിടെ ഒരു മകനുണ്ട്, വല്ലാത്ത സ്നേഹം ആ മകനോട്. എവിടെ പോയാലും കൂടെ കൊണ്ട് നടക്കും. തന്റെ മോനുമായിട്ടേ പോകും. അങ്ങനെ വാപ്പായും മോനും തമ്മിൽ വലിയ സ്നേഹബന്ധം. അങ്ങനെ ഒരിക്കൽ യാത്രയ്ക്ക് പോകുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ തന്റെ കയ്യിൽ മകനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, പൊന്നുപോലെ നോക്കിക്കോണം കേട്ടാ, എന്റെ മോനെ നല്ലതുപോലെ നീ നോക്കിക്കൊള്ളണം. അവിടെ നിന്ന് യാത്ര പറഞ്ഞു ചുംബനം കൊടുത്തു പോയി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പോയി. കുറച്ച് ദിവസം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മോന് പനി വരാൻ തുടങ്ങി. എന്തു മരുന്ന് കഴിച്ചിട്ടും പനി മാറുന്നില്ല. ഞാൻ ചരിത്രം വിശദീകരിക്കുന്നില്ല. അവിടെ ഒന്നും പനി മാറുന്നില്ല. മരുന്നുകൾ കഴിക്കാൻ തുടങ്ങി, പനി കൂടാൻ തുടങ്ങി. ഭർത്താവാണെങ്കിൽ നാട്ടിലില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ പനി കൂടി മരണപ്പെട്ടു പോയി. അവിടെ നിന്ന് മരണപ്പെട്ടു. തന്റെ ചെറിയ മകൻ മരണപ്പെട്ടു. അവിടെ നീ എന്ത് ചെയ്യണമെന്നറിയില്ല. ഭർത്താവ് നാട്ടിലില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. മഹദി ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ കുറേ നേരം കരഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് നേരെ ഇലാ ഹദ്റത്തി റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, നബിയെ, അല്ലാഹ് എനിക്ക് തന്ന എന്റെ പൊന്നുമോൻ മരിച്ചുപോയി നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉമ്മു സുലൈം ക്ഷമിക്ക്, അൽഹംദുലില്ലാ പറ. സ്വന്തം മകൻ മരിച്ചുപോയെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പോയി പറഞ്ഞ പെണ്ണിനോട്, ഉമ്മു സുലൈമിനോട് പ്രവാചകൻ പറഞ്ഞു, നീ ക്ഷമിക്ക്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നീ ക്ഷമിക്ക്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹനെ നീ സ്തുതിക്ക്, അൽഹംദുലില്ലാ പറ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അൽഹംദുലില്ലാ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ ചോദ്യം, ഭർത്താവ് നാട്ടിലില്ല. വരുന്നത് വരെ കാത്തു നിൽക്കണോ നബിയെ? ഖബറടക്കണോ നബിയെ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖബറടക്കാൻ. അങ്ങനെ തന്റെ പൊന്നാര മകനെ കുളിപ്പിച്ചു ഒരുക്കി അങ്ങനെ അവിടെ നിന്ന് ഖബറടക്കി. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം രാത്രി ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം രാവിലെ ഇരുന്ന് വല്ലാത്ത പ്രയാസവാ. കാരണം നാളെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയാ. മകൻ മരിച്ച വാർത്ത അറിഞ്ഞിട്ടില്ല. തന്റെ പൊന്നാര മകൻ മരണപ്പെട്ട വാർത്ത അറിഞ്ഞിട്ടില്ല. നാളെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരികയാ. എന്തു പറയും? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വല്ലാതെ കരച്ചിലാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിറ്റേ ദിവസമുണ്ടല്ലോ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരികയാണ്. വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു ചിരിക്കുന്ന മുഖത്തോടെ ഒരുങ്ങി വീടിന്റെ കവാടത്തിൽ നിൽക്കുകയാ. ഭാര്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ പ്രിയപ്പെട്ട ഭർത്താവ് വരുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ കടന്നു നിൽക്കുന്നു. അവിടുന്ന് തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞു. ചിരിക്കുന്ന മുഖത്തോടെ സലാം അടക്കി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വീടിന്റെ അകത്തേക്ക് വിളിച്ചു കയറ്റി. ഉടനെ ചോദിക്കുന്നു, ഉമ്മു സുലൈം, നമ്മുടെ പൊന്നുമോൻ എവിടെ പോയി? അവിടെ നിന്ന് പറഞ്ഞു, ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ്. മരിച്ചെന്ന് പറഞ്ഞില്ല. കാരണം ഭർത്താവ് വീട്ടിലേക്ക് മാസങ്ങൾ കഴിഞ്ഞ് വരികയാണ്. മരിച്ചെന്ന് പറഞ്ഞാൽ ആ പാപത്തിന്റെ നെഞ്ചു പൊട്ടുമല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ. വീടിന്റെ അകത്ത് കടന്നു വന്നു. കഴിക്കാൻ ഭക്ഷണം കൊടുത്തു, കുളിക്കാൻ വെള്ളമെടുത്തു കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും കൂടെ പടച്ചവനെ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചിന്തിച്ചു, അല്ലാ, എന്റെ ഭർത്താവിന് വികാരമുണ്ടാകുമല്ലോ, അത് സാധിപ്പിച്ചു കൊടുക്കേണ്ടത് എന്റെ കടമയാണല്ലോ. മകൻ മരിച്ച വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തി. രണ്ടുപേരും കൂടെ കിടപ്പറയിൽ കിടക്കുകയാണ്. ശാരീരികമായി ബന്ധപ്പെടുകയാണ്. അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് തന്റെ ഭർത്താവിനോടൊരു ചോദ്യം ചോദിക്കുകയാ. തൽഹ, ആരെങ്കിലും അമാനത്തായി ഒരു സാധനം നൽകിയാൽ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? ബുദ്ധിയുള്ള
പെണ്ണെങ്ങനെയാണ്? അവിടെന്ന് ചോദിച്ചു, ഏതെങ്കിലും ഒരു മനുഷ്യൻ അമാനത്തായി ഒരു സാധനം നൽകി, അത് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? അതാ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിൽ കിടക്കുകയാണ്. അവിടെന്ന് പറഞ്ഞു, മണ്ടി പെണ്ണ്, ഏ ഉമ്മു സുലൈം, നിനക്കിതുവരെ അറിയില്ലേ അമാനത്ത് തിരിച്ചു ചോദിച്ചാ കൊടുക്കണമെന്ന്? അത് കൊടുക്കൽ നിർബന്ധമാണല്ലോ. അതാ ഉമ്മു സുലൈം കരയുകയാണ്. അതുവരെ ക്ഷമിച്ചിരുന്ന ഉമ്മു സുലൈമിന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. അബൂ തൽഹ ചോദിക്കുന്നു, എന്തിനാ പെണ്ണെ നീ കരയുന്നത്? അവിടെ പറഞ്ഞു കൊടുത്തു, തൽഹ, അല്ലാഹ് അമാനത്തായി നമുക്കൊരു മകനെ തന്നല്ലോ, അവനെ അല്ലാഹു തന്നെ തിരിച്ചെടുത്തു തൽഹ. അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിൽ ഇടിത്തീ വീഴുന്നത് പോലെയാണ്. തന്റെ പൊന്നുമകൻ മരിച്ച വാർത്ത പിടഞ്ഞ് താഴെ വീഴുകയാണ്. പടച്ചവനെ താങ്ങാൻ കഴിയുന്നില്ല, വല്ലാത്ത വേദനയാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. റബ്ബേ, ഏറ്റവും വലിയ വേദന എന്തെന്നറിയുമോ? തന്റെ ഭാര്യ എന്നോട് പറഞ്ഞില്ല, ഞാൻ വീട്ടിൽ വന്നപ്പോ എന്നോട് പറഞ്ഞില്ലല്ലോ. അവിടെ പറഞ്ഞു, ഇനി നീയുമായിട്ടൊരു ജീവിതം എനിക്കില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, കാരണമെന്താ? എന്റെ മകൻ മരിച്ച വാർത്ത ഇവള് മറച്ചു വെച്ചു നബിയേ, എനിക്ക് ഭക്ഷണം തന്നു നബിയേ, എന്നെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റി നബിയേ, ഇവളെന്നോട് മകൻ മരിച്ചു പോയ വാർത്ത പറഞ്ഞില്ല എന്ന് മുത്തുനബിയുടെ ചാരത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ റസൂലുള്ള വിളിക്കുന്നു, തൽഹ, നീ എത്ര വലിയ ഭാഗ്യവാനാ തൽഹ, ഇതുപോലെ ഒരു നല്ല പെണ്ണിനെ അല്ലാഹു നിനക്ക് ഭാര്യയാക്കി തന്നില്ലേ? അല്ലാഹുവേ, ഉപ്പയെക്കാലും വേദന ഉമ്മയ്ക്കല്ലേ? 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ചത് ഉമ്മയല്ലേ? പാല് കൊടുത്തത് ഉമ്മയല്ലേ? ഏതുമ്മയ്ക്കാ തന്റെ പൊന്നാര മകന് മരിച്ചെന്ന് കേട്ടാ സഹിക്കാൻ കഴിയുക? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ശമിക്കബൂ തൽഹ, ശമിക്കബൂ തൽഹ, ഇന്നലെ രാത്രി നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിനക്കൊരു പൊന്നുമോനെ തരും, അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചെന്നിട്ട് പറഞ്ഞു, നബിയെ, ഇവളെ എനിക്ക് വേണ്ട നബിയെ, കാരണം എന്റെ മകൻ മരിച്ച വാർത്ത വീട്ടിൽ കയറി വന്നപ്പോ എന്നോട് പറഞ്ഞില്ല, എനിക്ക് കഴിക്കാൻ ഭക്ഷണം നൽകി, ശാരീരികമായി ബന്ധപ്പെടാൻ എന്നെ കിടപ്പറയിൽ വിളിച്ചു നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിനക്ക് അല്ലാഹ് ഇങ്ങനെ ഒരു പെണ്ണിനെ തന്നില്ലേ? നിനക്ക് അല്ലാഹു ഇങ്ങനെ ഒരു ഭാര്യ നിനക്ക് തന്നില്ലേ? ഇതിനെക്കാളും നിനക്ക് എന്താ വേണ്ടേ? ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിങ്ങൾക്കൊരു ആൺകുട്ടിയെ തരും, അല്ലാഹു അവനിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഗർഭിണി പോലും ആയില്ല, അതിനു മുമ്പേ മുത്തുനബി പറഞ്ഞു കൊടുത്തു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഗർഭിണി പോലും ആയില്ല, ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിങ്ങൾക്കൊരു മകനെ തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവും പ്രിയപ്പെട്ട ഭാര്യയും വീട്ടിലേക്ക് പോയി. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹു ഗർഭിണിയായി 9.5 മാസം കഴിഞ്ഞു പ്രസവിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ വാതിലിൽ നിൽക്കുക. അവിടെ നിന്ന് വന്ന് പറഞ്ഞു, ഉമ്മു സുലൈം പ്രസവിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, പ്രസവിച്ചു, ആൺകുട്ടിയാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പാല് കൊടുക്കരുത്, പാല് കൊടുക്കരുത്. അവിടെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പാല് കൊടുക്കരുത്. ചോരക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുകയാണ് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. മുത്തുനബിയുടെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, നബിയേ, അല്ലാഹു എനിക്ക് സന്തോഷം നൽകി നബിയേ, അല്ലാഹു എനിക്ക് സമാധാനം നൽകി. ദുഃഖത്തിന്റെ പുറകിൽ സന്തോഷമുണ്ടല്ലോ. അല്ലാഹു എനിക്ക് പൊന്നുമോനെ നൽകി, പ്രവാചകന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ഇതുപോലെ ഭാഗ്യമാർക്കാ. അല്ലാഹുവേ, ആ പൊന്നുമകന് അല്ലാഹുവിന്റെ പ്രവാചകന് ബാങ്ക് മിക്കാമത്തും കൊടുത്തു. ബാങ്ക് മിക്കാമത്തും മുത്തുനബിയാണ് ചെവിയിൽ കൊടുത്തത്.
റബ്ബേ അബ്ദുള്ള എന്ന് പേരിട്ടു, അബ്ദുള്ള എന്ന് പേരിട്ടു. ഈത്തപ്പഴമെടുത്ത് വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ ഈത്തപ്പഴം കുഞ്ഞിന്റെ വായിലും മധുരം വെച്ച് കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അബ്ദുള്ള ആരാ എന്നറിയോ? അബ്ദുള്ളയുടെ ചരിത്രം അറിയുവോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. അബ്ദുള്ള ഹാഫിളായി, അബ്ദുള്ള ഹാഫിളായി. അവിടുന്ന് പ്രായപൂർത്തിയായി, അവിടുന്ന് വിവാഹം കഴിച്ചു. 11 മക്കള് ജനിച്ചു. അബ്ദുള്ളക്ക് 11 മക്കളുണ്ടായി. ആ 11 മക്കളും ഹാഫിളീങ്ങളായെന്ന് ചരിത്രം പറയുമ്പോ ഇല്ലാ യലമൽ ജസാ മഅയലമൽ ബലാ. ഉമ്മു സലീം പറഞ്ഞ ഒരു അൽഹംദുലില്ലയുടെ പ്രതിഫലമാ. അതുകൊണ്ട് മറന്നു പോകരുത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് രോഗങ്ങളും പ്രയാസങ്ങളും വേദനകളും കടന്നു വരുമ്പോ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. റബ്ബിനോട് ദുആ ചെയ്യണം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരുപാട് വേദന സഹിച്ച പ്രവാചകനാ. ഒരുപാട് വേദനകൾ സഹിച്ചല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പ്രവാചകനോട് അവിടുന്ന് മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് തയ്യാറെടുക്കാൻ പറയുകയാണ്. ഇസ്തിഗ്ഫാറുകൾ അധികമായി പറയാൻ പറയുകയാണ്. റബ്ബിനോട് തൗബ ചെയ്തു മടങ്ങാൻ പറയുകയാണ്. റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിളിക്കുന്നു, ബിലാലേ. മുത്തുനബിയുടെ വഫാത്തിന്റെ സമയമെടുത്തപ്പോ റസൂലുള്ളാഹിയോട് ഒരുങ്ങാൻ പറഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവ് വിളിക്കുന്നു, ബിലാൽ, ഞാൻ ഹജ്ജിന് പോകാൻ പോവുകയാണ്, ഞാൻ ഹജ്ജിന് പോകാൻ പോകുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ പോയി എന്റെ കൂടെ ഹജ്ജിന് വരാൻ മനസ്സുള്ളവരൊക്കെ തയ്യാറെടുക്കാൻ വിളിച്ചു പറയുകയാ. മഹാനായ സയ്യിദുനാ ബിലാൽ, ബിലാൽ റളിയല്ലാഹു തആല അൻഹു ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ മുഴുവനും പോയി വിളിച്ചു പറയുകയാണ്. ഈ വർഷം അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കത്ത് ഹജ്ജിന് വേണ്ടി പോവുകയാ. മനസ്സുള്ളവരൊക്കെ തയ്യാറായിക്കോ, താല്പര്യമുള്ളവരൊക്കെ തയ്യാറായിക്കോ. ജനങ്ങൾ മുഴുവനും തയ്യാറെടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് എല്ലാ ഭാര്യമാരുടെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, ഒരുങ്ങിക്കോ, ഹജ്ജിന് പോകാൻ ഒരുങ്ങിക്കോ. എല്ലാവരും തയ്യാറെടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും കുടുംബവും സഹാബത്തും എന്റെ പ്രിയമുള്ളവരെ മദീനത്ത് നിന്ന് ഇഹ്റാം കെട്ടി മക്കയിലേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് സഹാബത്തിനോട് പറയുകയാ, സഹാബാ, ഹജ്ജിന്റെ അമലുകൾ മുഴുവനും നിങ്ങൾ നല്ലതുപോലെ പഠിച്ചുകൊള്ളണേ. ഹജ്ജിന്റെ അമലുകൾ മുഴുവനും നിങ്ങൾ നല്ലതുപോലെ പഠിച്ചുകൊള്ളണേ. ഇനി അടുത്ത വർഷം ഇത് പറഞ്ഞു തരാൻ ഞാനുണ്ടാകണമെന്നില്ല സ്വഹാബാ. മരണത്തിന്റെ സൂചന കൊടുക്കുകയാ, വഫാത്തിന്റെ സൂചന കൊടുക്കുകയാ. അടുത്ത വർഷം ഞാൻ ഉണ്ടാകണമെന്നില്ല, അടുത്ത വർഷം ഹജ്ജിന് ഞാൻ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഹജ്ജിന്റെ അമലുകൾ എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചുകൊള്ളണേ സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സൂചന കൊടുക്കുകയാ. പടച്ച റബ്ബേ, സ്വഹാബാക്കളിൽ പലരും ഇരുന്ന് കരയുകയാണ്. പലർക്കും അതത്ര ദഹിച്ചില്ല. മുത്തുനബിയുടെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനയാണ് പ്രവാചകൻ കൊടുക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് ഹജ്ജിന് പോയി റസൂലുള്ളാഹി തങ്ങൾ ഓരോ അമലുകളും കാണിച്ചു കൊടുക്കുകയാണ്. അവസാനം അല്ലാഹ് 1,24,000 പരം വരുന്ന സ്വഹാബത്തിന് സാക്ഷി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പ്രഭാഷണം നടത്തിയല്ലോ. ലോക പ്രശസ്തമായ പ്രഭാഷണമാണ് അറഫ പ്രഭാഷണം. അറഫയുടെ മൈതാനയിൽ വെച്ച് അല്ലക്കും അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി
വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ആയത്തങ്ങ് ഓതുമ്പോ ഇസ്ലാം പരിപൂർണമായിരിക്കുകയാണ്. ഇസ്ലാം പരിപൂർണമായിരിക്കുകയാണ്. ഈ ആയത്ത് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്ത് സന്തോഷിക്കുകയാണ്. അവര് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോ സുബ്ഹാനല്ലാഹ്, സഹാബാക്കൾ മുഴുവനും സന്തോഷത്തോടെ ഇരിക്കുമ്പോ രണ്ടുപേരിരുന്ന് കരയുകയാ. ആരാ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇരുന്ന് കരയുകയാണ്. എന്തിനാണ് എല്ലാവരും സന്തോഷിക്കുമ്പോൾ കരയുന്നത്? ഇസ്ലാം പൂർത്തിയായല്ലോ, ഇസ്ലാം പരിപൂർണമായല്ലോ. എന്തിനാണ് കരയുന്നതെന്ന് അബൂബക്കർ തങ്ങളോട് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന സ്വഹാബാ, ഇസ്ലാം പരിപൂർണമായാൽ ഇനിയൊരു പ്രവാചകന്റെ ആവശ്യമില്ലല്ലോ. അള്ളാന്റെ റസൂലിന്റെ വഫാത്ത് അടുത്തിരിക്കുകയാ. മരണമെടുത്തതിന്റെ സൂചനയാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിലേക്ക് അബൂബക്കർ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും നോക്കുകയാണ്. റസൂലുള്ള ചിരിക്കുകയാണ്. സ്വഹാബത്ത് രണ്ടും കരയുമ്പോ പ്രവാചകൻ ഇരുന്ന് ചിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ അറഫാ പ്രഭാഷണം, ആ നസീഹത്ത് തന്നെ ഒരു ദിവസം വാഴ്ന്നു പറയാനുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ പടച്ചവനെ സ്വഹാബികളുമായി ഹജ്ജിന്റെ അമലുകൾ മുഴുവനും അവിടുന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാ, അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവസാനം അവിടുന്ന് ഹജ്ജ് കഴിഞ്ഞു. റസൂലുള്ള കഅബാലയത്തോട് വിട പറയുകയാണ്. മുത്തുനബി അതാ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് പോയി നിന്നിട്ട് മുത്തുനബി അവിടുന്ന് കരഞ്ഞു ദുആ ചെയ്യുകയാ. അവിടുന്ന് സലാം പറഞ്ഞ് വിട പറയുകയാണ്. അവിടുന്ന് സലാം പറഞ്ഞ് പിരിയുകയാണ്. എന്റെ പ്രിയമുള്ള മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇബാദത്തുകൾ അധികമാക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പിന്നെ പ്രവാചകൻ സുജൂദ് വല്ലാതെ ദീർഘിപ്പിക്കുകയാണ്. അവിടുന്ന് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്തുകളൊക്കെ അങ്ങോട്ട് കൂട്ടാൻ തുടങ്ങി. കാലുകളൊക്കെ നീര് കെട്ടുന്ന രീതിയിൽ നിസ്കരിക്കാൻ തുടങ്ങി. പ്രവാചകൻ എല്ലാ വർഷവും ഒരു പ്രാവശ്യം ഖത്തം പരിപൂർണമായി ഖുർആൻ ഓതി തീർക്കും. ആ വർഷം 2 പ്രാവശ്യം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതി ജിബ്രീലിനെ കേൾപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, 10 ദിവസം ഇഅ്തികാഫിരിക്കുന്ന പ്രവാചകൻ ആ റമളാനിൽ 20 ദിവസം ഇഅ്തികാഫിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഫർ മാസം കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സഫർ മാസം ആദ്യം ജന്നത്തുൽ മുഅല്ലയിലേക്ക് കടന്നുപോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫർ മാസം കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്നതാ തന്റെ കുടുംബക്കാര് കിടക്കുന്ന ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയി. ഹംസ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ ധൈര്യമായിരുന്ന ഹംസ തങ്ങൾ കിടക്കുന്ന ഉഹദിന്റെ രണാങ്കണത്തിൽ പോയിട്ട് ഓരോ സഹാബികളുടെ ഖബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട് പ്രവാചകൻ അവിടുന്ന് യാത്ര പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ ഓരോ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് യാത്ര പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് യാത്ര പറയുകയാണ്. എന്നിട്ട് തിരിച്ചു വന്നു. എന്റെ പ്രിയമുള്ളവരെ, സഫർ അവസാനമാകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നു പോവുകയാ. അല്ലാഹുവേ, തന്റെ ഭാര്യമാര് കിടക്കുന്ന, തന്റെ പൊന്നാര മക്കള് കിടക്കുന്ന ജന്നത്തുൽ ബഖീയിൽ അല്ലാഹുവിന്റെ പ്രവാചകന് പാതിരാത്രിയാണ് കടന്നു പോകുന്നത്. റസൂലുള്ളാഹി തങ്ങൾ കടന്നു ചെന്നു. അല്ലാഹ്
ഓരോ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് യാത്ര പറയുകയാ, ഓരോ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് യാത്ര പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് യാത്ര പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹുവേ, റസൂലുള്ളാഹി തങ്ങൾ മരണത്തിന്റെ അടയാളങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ സ്വഹാബത്തിന് മരണത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. പലർക്കും മനസ്സിലായി പ്രവാചകന്റെ വഫാത്ത് അടുത്തെന്ന്. എന്റെ പ്രിയമുള്ളവരെ, പല പല കാര്യങ്ങളും പ്രവാചകന് പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് വഹി വരാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ വഹി വന്നിരുന്ന സമയം എപ്പോഴാണ്? ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വന്നു തുടങ്ങി. പരിശുദ്ധമായ ഖുർആനിലെ അവസാന ആയത്തിറങ്ങി. എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫറിന്റെ അവസാനത്തെ ബുധനാഴ്ച എത്തുമ്പോ പ്രവാചകന് വല്ലാത്ത ഒരു തലവേദന വരികയാണ്. മുത്തുനബിക്ക് വല്ലാത്ത ഒരു തലവേദന എടുക്കുകയാ. പ്രവാചകന് ജന്നത്തുൽ ബഖീൽ ഒരു മയ്യത്ത് ഖബറടക്കിയിട്ട് വരികയാണ്. റസൂലുള്ളാഹി തങ്ങൾ നടന്നു വരുമ്പോ തലയ്ക്കകത്ത് വല്ലാത്ത വേദനയാണ്, സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് തലവേദന സഹിക്കാൻ കഴിയാതെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ്, ആയിഷ ബീബി കടന്ന് നിലവിളിക്കുകയാ. ആയിഷ ബീബി കടന്ന് കരയുകയാ. മുത്തുനബി ചോദിക്കുന്നു, എന്തേ ആയിഷ? യാ റസൂലല്ലാഹ്, എന്തൊരു വേദനയാ നബിയേ, തലവേദന സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, തല പൊട്ടുന്ന വേദനയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് തലവേദന കാരണം, റസൂലുള്ള തലവേദന കാരണം വീട്ടിലേക്ക് കടന്നു വരുമ്പോ വീടിന്റെ അകത്ത് കിടന്ന് കരയുന്നതാരാ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, തന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. റസൂലുള്ളാഹിന് തലവേദനിച്ചപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ സ്നേഹം. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് ജന്നത്തുൽ ബഖീൽ ഒരു ഖബറടക്കം കഴിഞ്ഞിട്ട് മുത്തുനബി വരുമ്പോ വലിയ തലവേദന, സഹിക്കാൻ കഴിയാത്ത വേദനയുമായിട്ട് തല ഇങ്ങനെ വേദന സഹിക്കാൻ കഴിയാതെ വീട്ടിലേക്ക് കയറി വരുമ്പോ വീടിന്റെ അകത്ത് കിടന്നിട്ട് ഭാര്യ നിലവിളിക്കുക, തലവേദന സഹിക്കാൻ പറ്റണില്ല. തലവേദന സഹിക്കാൻ കഴിയാതെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ തല പൊട്ടിപ്പോ വല്ലാത്ത വേദനയോട് വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാ. അതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. അല്ലാഹു ആ സ്നേഹബന്ധം നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു ആ സ്നേഹബന്ധം നമുക്ക് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ എല്ലാവിധ ഖൈറു ബറക്കത്തും ഐശ്വര്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സമയം 10:20 ഇൻഷാ അല്ലാഹ് ഇവിടെ നിർത്തുകയാണെങ്കിൽ തിങ്കളാഴ്ച ഇവിടെ മുതൽ തുടങ്ങാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറ അള്ളാഹു ഭാഗ്യം തരുമാറാ. ഇൻഷാ അല്ലാഹ് ഇപ്പൊ അങ്ങ് തുടങ്ങി ദുആ ചെയ്താൽ 10:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് നിർത്താൻ പറ്റും ഇല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് തിങ്കളാഴ്ച ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇതൊരു നല്ലൊരു പോയിന്റ്. ഇവിടെ നിന്നാണ് അടുത്ത വിഷയം തുടങ്ങുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാണ്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ദുരിതങ്ങളും അള്ളാഹു നമുക്ക് മാറ്റി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യും. ജീവിതത്തിൽ പ്രയാസങ്ങൾ നമ്മൾ പറയും, നമുക്കൊക്കെ പറയാം, നമ്മുടെ മക്കൾ മരിച്ചു പോയാൽ നമുക്ക് താങ്ങാൻ കഴിയില്ല, നമുക്ക് മാരകമായ രോഗങ്ങൾ വന്നാൽ നമുക്ക് താങ്ങാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് അൽഹംദുലില്ലാ അധികമായിട്ട് അധികരിപ്പിക്ക്. റബ്ബിൻ്റെ മുന്നിൽ എപ്പോഴും ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യ്. അള്ളാഹു അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ.
അർഹമുറഹീമായ കരുണക്കടലായ ദയാലുവായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹുവേ പടച്ചവനെ നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ഞങ്ങൾ ചെയ്തു പോയി തമ്പുരാനെ. കരുണക്കടലായ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തുതാ തമ്പുരാനെ. ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല റഹ്മാനെ, ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തുതാ തമ്പുരാനെ. നീ പുറത്തു തന്നില്ല എങ്കിൽ ഇനി ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല റഹ്മാനെ. കരുണക്കടലായ റബ്ബേ നീ ഞങ്ങളെ കൈവിടല്ലേ ഞങ്ങൾക്ക് നീ പരിപൂർണ ശിഫാ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ അകത്താണ് തമ്പുരാനെ. അവരുടെ ഖബർ വിശാലമാക്കണേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ പടച്ചവനെ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാക്കണേ അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. നീ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അവരുടെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാ റബ്ബേ. ഞങ്ങളെ കൈവിടല്ലേ ഞങ്ങളെ കൈവിടല്ലേ ഞങ്ങൾക്ക് ശിഫാ താ ഞങ്ങൾക്ക് ആഫിയത്ത് താ ഞങ്ങൾക്ക് അവസരങ്ങൾ താ ഞങ്ങൾക്ക് ആരോഗ്യം താ പടച്ചവനെ നിനക്ക് നന്ദി കാണിച്ച് ജീവിക്കാറുള്ള ഭാഗ്യം താ പടച്ചവനെ മാരക രോഗങ്ങൾ തരല്ലേ റബ്ബേ. അറുത്തു മുറിക്കല്ല റബ്ബേ. കണ്ണുനീര് കുടിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ ഈമാന് കുറഞ്ഞവരാണ് റബ്ബേ. നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹുവേ അള്ളാഹുവേ, ഞങ്ങളുടെ ഭാര്യയും മക്കളും നോക്കി നോക്കി മടുത്തു മരിച്ചാ മതി എന്നാഗ്രഹിക്കുന്ന ഒരവസ്ഥ വരെ നീ ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാഹുവേ പടച്ചവരെ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. അല്ലാഹുവേ 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. സൽക്കർമ്മം ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ റബ്ബേ, ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. എല്ലാവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, നീ ഇവരെ കൈവിടല്ലേ തമ്പുരാനെ. പടച്ചവനെ അല്ലാഹുവേ, ഈ ജമാഅത്തിന്റെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ. പടച്ചവൻ ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ മറക്കല്ല തമ്പുരാനെ. നിന്റെ പള്ളിക്ക് വേണ്ടി സദക്ക നൽകിയവരെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാനെ. ഇവിടെ ഭക്ഷണം കൊടുക്കുന്നവർക്ക് ഹൗദുൽ കൗസർ കൊടുക്കണേ തമ്പുരാനെ. സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ ചെലവഴിച്ച സമയം അല്ലാ മീസാനിൽ സ്വർഗം കിട്ടാനുള്ള അമലാക്കണേ അല്ലാ. ഞങ്ങളുടെ അവസാന സമയം നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇന്നത്തെ പരിപാടി സംഘടിപ്പിച്ച പടച്ചവനെ, പുത്തഞ്ചിറ മഹല്ല് കൂട്ടായ്മയിലെ ആ 2 മഹല്ലുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ നാട്ടുകാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന ഹാജിയാക്കന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. അവരുടെ സർവ്വ പ്രവർത്തനങ്ങളും സ്വീകരിക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, വാഹിദ് എന്ന് പറയുന്ന സഹോദരൻ റബ്ബേ, അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, വിദേശത്താണ് പടച്ചവനെ, നീ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ രോഗം മാറ്റാൻ നിനക്ക് കഴിയുമല്ലോ റബ്ബേ. അല്ലാഹുവേ, നീ ശിഫാ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ശിഫാ കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ജീവിത മാർഗത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ പടച്ചവനെ ഷാനിത്തായി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അവരുടെ മാതാപിതാക്കൾക്ക്
റബ്ബേ നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. പടച്ചവനെ 3 മക്കളുണ്ട്, ഒരാളെയെങ്കിലും ഹാഫിളായി കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ് തമ്പുരാനെ. റബ്ബേ ആ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ, അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. പടച്ചവനെ റബ്ബേ വാഹിദ് എന്ന സഹോദരന്റെ വാപ്പ പടച്ചവനെ നീ ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഈ പരിപാടിയുടെ സംഘാടകരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ പടച്ചവനെ. മണിക്കൂറുകളായി ഓൺലൈനിലൂടെ ഈ ദുആ പ്രതീക്ഷിച്ചിരിക്കുന്ന 100 കണക്കിന് പാവപ്പെട്ടവരുണ്ട് റബ്ബേ. അവരെ നീ കൈവിടല്ലേ അല്ലാ, അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ഏതെങ്കിലും അറുത്തു മുറിക്കുന്ന രോഗത്തിന്റെ അണുക്കൾ അവരുടെയോ ഞങ്ങളുടെയോ ശരീരത്തിലുണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഒരു പനിയാക്കി മാറ്റണേ അല്ലാ. നീ പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാ. എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പ്രവാസികളെ കൈവിടല്ല റബ്ബേ, അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ റബ്ബേ. ജോലിയിലെ സ്ഥിരത നൽകണേ റബ്ബേ, സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ റബ്ബേ ഈ വഅദ് ലൈവ് ചെയ്യുന്ന ചെറുപ്പക്കാരെ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവരുടെ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ കരുനാഗപ്പള്ളിയിലുള്ള സഹോദരൻ പടച്ചവനെ കരളിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് റബ്ബേ വല്ലാത്തൊരവസ്ഥയിൽ ഇപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു ഉസ്താദേ ദുആ ചെയ്യാൻ പറഞ്ഞു. ആ പാവപ്പെട്ടവനോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ആ കുടുംബത്തോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവർക്ക് ദീർഘായുസ് നൽകണേ തമ്പുരാനെ, പരിപൂർണ്ണ ശിഫാ നൽകണേ തമ്പുരാനെ. കരുണക്കടലായ അല്ലാ പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ അല്ലാ നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാനെ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ, ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ അല്ലാ. അല്ലാ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാൻ. അല്ലാഹുവേ പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും നീ കാണിച്ചു തരണേ അല്ലാ. അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഇല്ലെങ്കിൽ ഈ ജീവിതം വേസ്റ്റാ അല്ലാ. അല്ലാഹുവേ മുത്തുനബിയെ സ്വപ്നം കാണാൻ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ നിന്നോട് സ്വർഗം ചോദിക്കാൻ ഒരു അർഹതയുമില്ല തമ്പുരാനെ, ഞങ്ങളുടെ കയ്യിൽ ഒരു അമലുമില്ല തമ്പുരാനെ. എങ്കിലും ഈ സമയം ഇത്രയും ഇവിടെ ഇരുന്നതിന്റെ പേരിൽ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. എൻ്റെ ഉമ്മയ്ക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. എൻ്റെ കൂടെ പറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് നീ ശിഫാവും ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആ പാപത്തിന് നീ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. സാലിഹത്തായ ഒരു ഇണയാക്കണേ പടച്ചവനെ. അല്ലാഹുവേ എൻ്റെ 2 മക്കളും എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ ഈ ശബ്ദം നീ നിലനിർത്തി തരണേ പടച്ചവൻ. അഹങ്കാരം തരല്ലേ അല്ലാ. ജീവിതത്തിലെ പിഴവുകൾ നീ പുറത്തു തരണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ ഒരു സഹോദരൻ ഉസ്താദെ എന്ത് ചെയ്യണമെന്നറിയില്ല, വീടിൻ്റെ അകത്തിരുന്നു വല്ലാത്ത കരച്ചലാ റബ്ബേ. കരുണക്കടലായ അല്ലാ നീ അവനെ കൈവിടല്ലേ റഹ്മാനെ, നീ കൈവിടല്ലേ റഹ്മാനെ. അവന്റെ രോഗം ശിഫയാക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ തമ്പുരാനെ. പരിപൂർണ ശിഫാ കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന് നീ കൈവിടല്ലേ പടച്ചവനെ, ആ കുടുംബ നീ കൈവിടല്ലേ പടച്ചവനെ. ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, നിന്റെ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട്, അർശും ഖുർശും ലൗഹും കലമും സ്വർഗ്ഗവും നരകവും അല്ലാഹുവേ എല്ലാത്തിന്റെയും ബറക്കത്ത് കൊണ്ട് ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാ. രക്ഷപ്പെടുത്തണേ റബ്ബേ, രക്ഷപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ ഈ ദുആ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ
റബ്ബേ ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ലാ, ഈ മജ്ലിസ് അവസാന മജ്ലിസ് ആക്കല്ലേ അല്ലാ, ഈ രാത്രി അവസാന രാത്രിയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ അല്ലാഹുവേ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ പടച്ചവനെ, തൗബയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഇരിക്കുന്നവരിൽ ആരുടെയെങ്കിലും കണ്ണീരിനു പകരം ഈ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബഗുനാ സിഗാറ യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം, يا ذا الجلال والإكرام. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാല്ലാ തിങ്കളാഴ്ച രാത്രി ഇൻഷാല്ലാ നമുക്കിതിൻ്റെ ബാക്കി പഠിക്കണം. അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല